2013 ക്രിസ്മസിന് തിയേറ്ററിലെത്തിയ മലയാള സിനിമ ദൃശ്യം ഒരു കുടുംബ സിനിമ എന്നുള്ള ലേബലിലായിരുന്നു തിയേറ്ററിലേക്ക് വന്നത്. മോഹൻലാലിൻ്റെ 4-5 ഫ്ലോപ്പുകൾക്ക് ശേഷം റിലീസാവുന്ന സിനിമയായിരുന്നു ദൃശ്യം. പക്ഷേ ദൃശ്യം അന്ന് വരെയുള്ള സകല റെക്കോർഡുകളും തിരുത്തി എഴുതി. കളക്ഷൻ്റെ കാര്യത്തിലും തിയേറ്റർ റണ്ണിങ്ങിൻ്റെ കാര്യത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഉൾപ്പെടെ സകല റെക്കോർഡുകളും തിരുത്തി എഴുതിയ മോഹൻലാൽ സിനിമയായിരുന്നു ദൃശ്യം. റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്ത എല്ലാ സെൻറ്ററുകളിലും കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിച്ചൊരു സിനിമ കൂടിയായിരുന്നു ദൃശ്യം. അക്കാലത്ത് തിയേറ്ററുകാർക്കുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീർത്തു കൊടുത്തിട്ടാണ് ദൃശ്യം എന്ന് പറയുന്ന ഒരു കുടുംബ ചിത്രം തിയേറ്ററിൽ നിന്ന് റണ്ണിങ് നിർത്തിയത്. അതുവരെ മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും കൈയടക്കി വെച്ചിരുന്നത് 2020 ആയിരുന്നു. എന്നാൽ ദൃശ്യം വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 2020യുടെ കളക്ഷൻ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തു. 2020 ആയിരുന്നു അക്കാലം വരെ ഏറ്റവും കൂടുതൽ ഷോകൾ നടത്തിയിട്ടുള്ള മലയാള സിനിമ. ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ ആദ്യമായിട്ട് 20,000-ന് മുകളിലേക്ക് ഷോകൾ കളിച്ചു. അതുപോലെ തന്നെ ആദ്യമായിട്ട് 50 കോടി എന്ന് പറയുന്ന ബോക്സ് ഓഫീസ് ഫിഗർ നേടി. ഇങ്ങനെ തുടങ്ങി സകല റെക്കോർഡുകളും ദൃശ്യം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയുടെ വ്യാവസായികമായിട്ടുള്ളൊരു വളർച്ച എന്ന് പറയുന്നത് ശരിക്കും ദൃശ്യത്തിലൂടെയാണെന്ന് വേണം പറയാൻ. കാരണം അതുവരെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന മലയാള സിനിമ പിന്നീട് കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും വളരെയധികം വളർച്ചയിലേക്ക് പോയി. കാരണം ദൃശ്യം കേരളത്തിന് പുറത്ത് 100 ദിവസം പിന്നിട്ടു. മുംബൈയിലൊക്കെ ആദ്യമായിട്ടായിരുന്നു ഒരു സിനിമ 50-100 ദിവസങ്ങൾ പിന്നിടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തേക്കും സിനിമ വലിയ റീച്ച് ഉണ്ടാക്കി. ഓവർസീസിൽ വലിയ തരത്തിലുള്ള റെക്കോർഡ് കളക്ഷനാണ് നേടിയത്. ഓവർസീസിൽ 100 ദിവസം പിന്നിടുന്ന ആദ്യ മലയാള സിനിമയെ ദൃശ്യം മാറുകയായിരുന്നു. ദുബായിലാണ് ദൃശ്യം ആദ്യമായിട്ട് 100 ദിവസം പിന്നിട്ടത്. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു പോയിട്ടുള്ള സിനിമ എന്നുള്ള റെക്കോർഡും ദൃശ്യത്തിൻ്റെ പേരിലാണ്. ഇന്ത്യയിലെ പല ഭാഷകളിലേക്ക് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഭാഷകളിലേക്കും ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നേട്ടമായിരുന്നു. പലപ്പോഴും മലയാള സിനിമയെക്കുറിച്ച് പുറത്തുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ദൃശ്യം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചായിരുന്നു. മോഹൻലാലിൻ്റെ കരിയറിലാണെങ്കിലും മലയാള സിനിമയുടെ ചരിത്രത്തിലാണെങ്കിലും ദൃശ്യം ഒരു വല്ലാത്ത എപ്പിസോഡാണ്. ദൃശ്യത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സാവധാനം തുടങ്ങി പതിയെ മുകളിലേക്ക് കയറി പോകുന്നൊരു ഗ്രാഫായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ക്ലൈമാക്സ്. ജിത്തു ജോസഫ് അങ്ങനെയായിരുന്നു ആ സിനിമ ഒരുക്കിയത്. അതിൻ്റെ ക്ലൈമാക്സ് കണ്ട് കിളി പോവുക എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയിലാണ് ആളുകൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായ ഹൈ ആ സിനിമയുടെ റിവ്യൂസിലൊക്കെ വരികയുണ്ടായി. അങ്ങനെയാണ് ഈ സിനിമ പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഒരു ഫാമിലി സിനിമ എന്നുള്ള രീതിക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ട് പിന്നീട് അതിൽ നിന്നൊരു ത്രില്ലിങ് എലമെൻറ്റും അതുപോലെ തന്നെ വളരെ ഗൂസ് ബംബ് തരുന്നൊരു ക്ലൈമാക്സ് ഒക്കെ കിട്ടിയതോടുകൂടി ആ സിനിമ അങ്ങ് ട്രാവൽ ചെയ്തു പോയി. ലാലേട്ടൻ്റെ ഒരു ഫാമിലി സപ്പോർട്ട് കൂടെ ആ സിനിമയുടെ തിയേറ്റർ കളക്ഷനിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം മമ്മൂക്കയെ വെച്ച് ആലോചിച്ചതായിരുന്നു ആ സിനിമ. പക്ഷേ പിന്നീട് ജിത്തു തന്നെ പറയുണ്ടായി, മോഹൻലാൽ അല്ലാതെ മറ്റാര് ചെയ്താലും ഇത്ര ഉയർന്ന കളക്ഷൻ റെക്കോർഡുകളിലേക്ക് പോവില്ല എന്ന് ജിത്തു തന്നെ വീഡിയോയിലൊക്കെ വന്നിട്ട് ന്യൂസിലും മറ്റൊക്കെ പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഏതാണ്ട് 200 ദിവസത്തിനടുത്താണ് ആ സിനിമ തിയേറ്ററിൽ റൺ ചെയ്തിട്ടുള്ളത്. കാരണം 2010 ശേഷമൊക്കെ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ 10-75 തിയേറ്ററിലൊക്കെ ഇറങ്ങിയതിന് ശേഷം 200 ദിവസമൊക്കെ തിയേറ്ററിൽ റൺ ചെയ്യാന്ന് പറയുന്നത് അത്ഭുതമാണ്. വേറെ ഒരു സിനിമയ്ക്കും അങ്ങനത്തെ ഒരു റെക്കോർഡ് ഉണ്ടായിട്ടില്ല. പിന്നെയും ലോങ് റൺ കിട്ടിയ ഒരു സിനിമ പുലിമുരുകനൊക്കെ ആയിരിക്കും. കാരണം അക്കാലത്ത് ഇറങ്ങിയ എല്ലാ തിയേറ്ററിലും 50 ദിവസങ്ങൾ പിന്നിട്ടു. ഏതാണ്ട് 40-ലധികം തിയേറ്ററുകളിൽ ഏതാണ്ട് 46ഓളം തിയേറ്ററുകളിൽ 100 ദിവസം പിന്നിട്ടു. അത് അന്നൊരു സർവ്വകാല റെക്കോർഡായിരുന്നു. കാരണം അതുവരെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും അത്രത്തോളം തിയേറ്ററിൽ നിന്നും 100 ദിവസങ്ങൾ റെഗുലർ ഷോയിലൊന്നും പിന്നിടാൻ പറ്റിയിരുന്നില്ല. ദൃശ്യം ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. ആഗോള മാർക്കറ്റിൽ നിന്ന് 50 കോടി നേടുക എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് അന്നൊക്കെ തീർത്തും സ്വപ്നങ്ങൾക്ക് പോലും അപ്പുറത്തുള്ളൊരു കാര്യമായിരുന്നു. കാരണം മലയാള സിനിമ 30 കോടിയിലേക്കോ 40 കോടിയിലേക്കോ ഒന്നും എത്തിയിട്ടില്ല. ദൃശ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2020 20 കോടിക്ക് മുകളിൽ നേടി നിർത്തിയെടുത്ത് നിന്ന് 5 വർഷങ്ങൾക്കപ്പുറം ദൃശ്യം വരുന്ന സമയത്ത് 30 കോടിയും 40 കോടിയും 50 കോടിയും 60 കോടിക്ക് മുകളിലേക്ക് നേടിയിട്ടാണ് ദൃശ്യം ഈ പറയുന്ന തിയേറ്റർ റണ്ണിങ് അവസാനിപ്പിക്കുന്നത്. അതിലെല്ലാം തന്നെ വളരെയധികം മോഹൻലാൽ എന്ന് പറയുന്ന സ്റ്റാർ പവർ ഉണ്ടായിരുന്നു. കാരണം എല്ലാ തരം പ്രേക്ഷകരെയും തിയേറ്ററിൽ എത്തിക്കാൻ കഴിവുള്ള മലയാളത്തിലെ ഒരേ ഒരു നായകൻ മോഹൻലാലാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത ക്വാളിറ്റി അല്ലെങ്കിൽ വല്ലാത്ത ഗുണം ശരിക്കും ദൃശ്യത്തിനുണ്ടായിരുന്നു. കാരണം വളരെ ചെറിയ സെൻട്രൽ പോലും ദൃശ്യം A ക്ലാസ് റൺ കഴിഞ്ഞ് എത്തിയിട്ട് നിറഞ്ഞ് കവിഞ്ഞായിരുന്നു തിയേറ്ററിനുണ്ടായിരുന്നത്. അതൊക്കെ ഈ പറയുന്ന കളക്ഷനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം മലയാളികൾക്ക് അന്ന് വരെ കിട്ടാത്ത തരത്തിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ദൃശ്യത്തിൽ നിന്ന് കിട്ടിയിരുന്നു. നമുക്കറിയാം പിന്നീട് ദൃശ്യത്തിൻ്റെ 2ാം ഭാഗം OTTയിൽ റിലീസായി. ദൃശ്യത്തിൻ്റെ ആദ്യ ഭാഗത്തോട് തന്നെ കിടപിടിക്കുന്ന ഒരു
പ്രോഡക്റ്റ് ആയിരുന്നു ദൃശ്യം 2. ദൃശ്യം 3 ഇപ്പോൾ വരാൻ പോവുകയാണ്. അപ്പോൾ അന്ന് ദൃശ്യത്തിനുണ്ടായ ഒരു അഭൂതപൂർവമായ വിജയം, ഒരു അഭൂതപൂർവമായ കളക്ഷൻ റെക്കോർഡ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തിയേറ്റർ റണ്ണിങ് റിസപ്ഷൻ ഒക്കെ തന്നെ ദൃശ്യം 3യിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യം 3 വലിയ രീതിക്കായിരിക്കും സ്വാഭാവികമായിട്ട് തിയേറ്ററിൽ വരവേൽക്കപ്പെടുക. വലിയ വിഭാഗം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഇപ്പോൾ തുടരും. എമ്പുരാനൊക്കെ നേടി നിൽക്കുന്നൊരു സമയത്ത് ദൃശ്യം 3 അന്നുണ്ടാക്കിയ ഒരു ഓളം ഇന്ന് തന്നെ സൃഷ്ടിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് മലയാള സിനിമയുടെ ഒരു നെക്സ്റ്റ് ലെവൽ ഒരു മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നൊരു പ്രോസസ്സായിരിക്കും. കാരണം റിപ്പീറ്റ് ഓഡിയൻസിനെ തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെയായിരിക്കും ദൃശ്യം 3യുടെ വലിയൊരു നേട്ടമെന്ന് തോന്നുന്നു. അന്നൊക്കെ ആദ്യ ഷോയ്ക്ക് വളരെയധികം കുറഞ്ഞ ഒക്യുപ്പൻസിയും പിന്നീട് അങ്ങോട്ട് എല്ലാ ഷോയ്ക്കും 100% ഒക്യുപ്പൻസിയാണ് ഉണ്ടായിട്ടുള്ളത്. 3 സെൻറ്ററിൽ 150 ദിവസങ്ങൾ 2013 പിന്നിടുക എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമാണ്. പിന്നീട് 200 ദിവസത്തിനടുത്തേക്കാണ് ഒരു ഫൈനൽ റണ്ണിൽ ശരിക്കും ദൃശ്യം ചെന്ന് എത്തിയത്. കാരണം ദൃശ്യത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും വളരെ തന്ത്രപരമായിരുന്നു. ഇനീഷ്യൽ ഡേയ്സിൽ വളരെ കുറഞ്ഞ പ്രൊമോഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ മാർക്കറ്റിങ്ങിലേക്ക് പോയൊരു സിനിമയാണ് ദൃശ്യം. ഇപ്പോൾ ദൃശ്യം 3 വരാനിരിക്കുകയാണ്. നമുക്ക് വലിയ പ്രതീക്ഷയാണ് ദൃശ്യം 1ൻ്റെ തന്നെ ഒരു ചരിത്രം ദൃശ്യം 3 ആവർത്തിക്കുമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. മോഹൻലാലിൻ്റെ കരിയറിലെ വലിയൊരു വിജയമായി ദൃശ്യം 3 മാറട്ടെ എന്ന് പ്രത്യാശിക്കാം.